ഹലോ ഫ്രണ്ട്സ്, ദേശീയപാത പാർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഇന്നലെ കാസർഗോഡ് ടൗൺ മുതൽ എരിയാൽ ചൗക്കി വരെയായിരുന്നു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇതേ എരിയാൽ ചൗക്കി മുതൽ മൊഗ്രാൽ പുത്തൂർ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫുൾ സ്ക്രീനായിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇത് അത്ര അടുത്തായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് നോർമൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് അത്ര അടുത്തായിട്ട് കാണുകയില്ല. അതുകൊണ്ട് ഫുൾ സ്ക്രീനായി തന്നെ ഹൈ ക്വാളിറ്റി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മൊഗ്രാൽ ഭാഗത്തൊക്കെ നേരത്തെ പണി കഴിഞ്ഞതാണ്. അണ്ടർപാസിലൂടെ ഇപ്പോൾ ഈ മൊഗ്രാൽ അണ്ടർപാസിലൂടെ വാഹനങ്ങളൊക്കെ കടത്തിവിടുകയാണ്. രണ്ട് ദിശയിലേക്കും വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പം എരിയാൽ മുതൽ ഇത് മൊഗ്രാൽ പുത്തൂർ വരെ ഇപ്പോൾ നിലവിൽ ഈ പുതിയ പാതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് മാത്രം ഈ അണ്ടർപാസിന് മുകളിൽ കുറച്ച് ഭാഗം മാത്രമാണ് കുറച്ച് ടാറിങ് വർക്കുകൾ ബാക്കി നിൽക്കുന്നത്. ഈ ഭാഗത്ത് കൂടി കുറച്ച് ഭാഗം ടാറിങ് വർക്ക് നടക്കാനുണ്ട്. അതാണ് ആ കുറച്ച് ഭാഗം ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇത് ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിങ് പ്രവൃത്തി കഴിഞ്ഞ് പിന്നെ ഇനി ഈ ഭാഗത്ത് ലാസ്റ്റ് ലെയർ ടാറിങ് വർക്കുകൾ നടക്കാനുണ്ട്. പിന്നെ ക്രാഷ് ബാരിയർ, ഡിവൈഡറിൽ എല്ലാം മാർക്കിംഗ് പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. ഇപ്പം മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സ് കുറച്ച് ഭാഗങ്ങളിൽ നടന്നിട്ടുള്ളത്. കല്ലങ്കൈ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലങ്കൈ ഭാഗം കഴിഞ്ഞ് പിന്നീട് പന്നിക്കുന്നിൻ്റെയും കല്ലങ്കൈൻ്റെ ഇടയിലുള്ള ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഈ സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു റീറ്റേൺ വാൾ നിർമ്മിച്ച് അതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്നതുമായ പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യാദൃച്ഛികമായി ആ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഗൂഡ്സ് ട്രെയിനും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കണ്ട് വീഡിയോ ആസ്വദിക്കുക. ഈ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ വാൾ നിർമ്മിച്ച് അതിൻ്റെ അകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണമാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ
ഇവിടുന്ന് 60-70 മീറ്ററോളം സർവീസ് റോഡിൻ്റെ നിർമ്മാണവും നടക്കാൻ ബാക്കിയുണ്ട്. അതെന്നല്ല, സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ റെയിൽവേ സ്ഥലമാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പം എന്ത് കഥയെന്നല്ല, അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് റെയിൽവേൻ്റെ കേബിൾ എന്തോ പോകുന്നുള്ളത് വഴിയാണോ എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വർക്ക് പെൻഡിങ്ങിലാണെന്നുള്ളത് ഇപ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുന്നിൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പന്നിക്കുന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് സെക്കൻഡ് ലെയർ ടാറിങ് വരെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മൊഗ്രാൽ പുത്തൂർ ടൗണിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പം മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെയും വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാലത്തിൻ്റെ വർക്കും അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഈ മൊഗ്രാൽ പുത്തൂർ ഒരു സൈഡ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് ഈ മഴക്കാലത്ത് ഭയങ്കര ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം വാഹനങ്ങൾ ആ കുഴിയിലൂടെ അത്രയും തിരമാലകളുടെ ഓളങ്ങളിൽ പോകുന്ന പോലെയാണ് വണ്ടികൾ മംഗലാപുരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു ശാശ്വത, അതായത് പരിഹാരം എന്നല്ല, എത്രയും പെട്ടെന്ന് റോഡ് ആ ഭാഗത്ത് നിർമ്മിച്ച്, അതായത് പാലത്തിൻ്റെ പണികൾ തീർത്ത് ബാക്കിയുള്ള റോഡും ഓപ്പൺ ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളും കാരണം തന്നെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടുന്ന് മംഗലാപുരത്തെ ഭാഗത്തേക്ക് പോകുന്നത്. അത്രയും കുണ്ടും കുഴിയും, ആ കുണ്ടും കുഴിയൊക്കെ നിവൃത്തി ലെവൽ ചെയ്ത് യാത്രാ സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.